പ്രിയമുള്ള സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ പഴശ്ശിരാജയുടെ ഈ കഥകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പഴശ്ശിരാജ കുടീരം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി പഴശ്ശിരാജയുടെ ഈ കുടീരത്തിൽ നിന്നും അടുത്ത ഒരു കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിനി പോകുന്നത് പൂക്കോട് തടാകത്തിലേക്കാണ്. പൂക്കോട് തടാകത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ എപ്പിസോഡിലൂടെ കാണാം. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. പഴശ്ശിരാജയുടെ വീരസാഹസിക കഥകൾ കേട്ട് സീനിയർ സഞ്ചാരി പഴശ്ശിരാജ കുടീരം അതിൻ്റെ ചരിത്ര കഥകൾ മനസ്സിലാക്കി ലക്കിടി വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. നമുക്ക് ലക്കിടി തടാക കാഴ്ചകൾ കാണാം. സീനിയർ സഞ്ചാരി ലക്കിടി തടാകത്തിലേക്ക് ഇതിനു മുമ്പും പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതാ കാണുന്നു ടിക്കറ്റ് കൗണ്ടർ. ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ തടാകത്തിൻ്റെ ബോട്ടിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുവാനുള്ളത് ബോട്ടിംഗ്, അക്വേറിയം, ഫിഷ് സ്പാ, ജോഗിംഗ് എന്നിവയാണ്. ഇവിടെ ഒരു വലിയൊരു ജോഗിംഗ് ട്രാക്കുണ്ട്. ആ ട്രാക്കിലൂടെ നമുക്ക് നടന്ന് കാഴ്ചകൾ ആസ്വദിക്കാം. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് മുതിർന്നവർക്ക്. കുട്ടികൾക്ക് 10 രൂപ കൊടുത്താൽ മതി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. അങ്ങനെ ഞങ്ങൾ ഈ ബോട്ടിംഗ് ഏരിയയിലേക്ക് പ്രവേശിച്ചു. ആദ്യമായി കാണുവാൻ കഴിഞ്ഞത് ചിൽഡ്രൻസ് പാർക്കാണ്. വിവിധതരം കളി ഉപകരണങ്ങൾ ഇവിടെ ചിൽഡ്രൻസ് പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കാര്യമായ വ്യത്യാസമൊന്നും കാലം കഴിഞ്ഞിട്ടും ഈ ലക്കിടി തടാകത്തിൻ്റെ കാഴ്ചകൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഞങ്ങളങ്ങനെ ബോട്ടിങ്ങിലേക്കുള്ള വാക്ക്വേയിൽ കൂടി നടക്കുകയാണ്. മനോഹരമായി വെട്ടി നിർത്തിയ ചെടികൾ അങ്ങനെ നിരയായി നിൽക്കുന്നു. അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു. ഇതാ കാണുന്നു ബോട്ടിംഗ് സെൻറ്റർ. സഞ്ചാരികൾ വളരെ കുറവാണ്. ലൈഫ് ജാക്കറ്റുകൾ നിരനിരയായി തൂക്കിയിട്ടിട്ടുണ്ട്. അതിരാവിലെ ആയതുകൊണ്ടായിരിക്കാം സഞ്ചാരികൾ കുറവുള്ളത്. .13 ഏക്കർ വിസ്തീർണമാണ് ഈ തടാകത്തിനുള്ളത്.
കബനി നദി ഉത്ഭവിക്കുന്നത് ഈ തടാകത്തിൽ നിന്നാണ്. തടാകത്തിൻ്റെ അടിത്തട്ടിൽ വളരെയധികം ആൽഗകൾ വളരുന്ന കാഴ്ച കാണാം. ഹൈഡ്രില്ല, സജിറ്റേറിയ, വാട്ടർ ലില്ലി മുതലായ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളും ഈ തടാകത്തിൽ ധാരാളമുണ്ട്. നീലത്താമരയും ഈ തടാകത്തിൽ വളരുന്നുണ്ട്. ഇതാ ഈ ജോഗിംഗ് ട്രാക്കിൻ്റെ സമീപത്തായി വൻമരങ്ങൾ വളർന്നു നിൽക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു മരമാണ് ഈ കാണുന്ന ഇലിപ്പമരം. ഈ ഇലിപ്പമരത്തിൻ്റെ കാഴ്ചകൾ കണ്ടപ്പോൾ ഞാൻ പണ്ട് ഇരിങ്ങോൾക്കാവിൽ പോയ കാഴ്ച എനിക്ക് ഓർമ്മ വന്നു. ഇരിങ്ങോൾക്കാവിൽ ഇതുപോലെയുള്ള മരങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ ഹനുമാൻ കയറിയിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആ ഐതിഹ്യങ്ങളും ഞാനിപ്പോൾ ഓർത്തെടുത്തു. ബോട്ടിംഗ് അങ്ങനെ തകൃതിയായി നടക്കുകയാണ്. രസകരമായ കാഴ്ചകൾ. ഇതാണ് മിസ് കേരള. ഉണ്ടിയസ് ഡെനിസോണി എന്നാണ് ഇതിൻ്റെ പേര്. ഡെനിസൺ ബാർബ് എന്നും വിളിക്കുന്നു. 15 സെൻറ്റിമീറ്റർ വരെ നീളം വയ്ക്കും ഡെനിസൺ ബാർബ്. അലങ്കാര മത്സ്യമേഖലയിൽ വളരെയധികം വിലയുള്ള മത്സ്യമാണ് ഡെനിസൺ ബാർബ്. ചെങ്കണിയാൻ എന്നും ചോരക്കണിയാൻ എന്നും ഈ മത്സ്യത്തെ വിളിക്കുന്നു. ഇതിനോടൊപ്പം കാണുന്നു ഇതാ റെയിൻബോ ഷാർക്ക്, ചുവന്ന വാലുകളോടുകൂടിയ മത്സ്യം, കറുത്ത മത്സ്യങ്ങൾ. വിവിധയിനം ടെട്രകളെ ഈ ടാങ്കിൽ വളർത്തിയിരിക്കുന്നു. അവ ബഹുവർണ്ണ കളറിൽ അങ്ങനെ നീന്തി തുടിച്ച് കളിക്കുകയാണ്. മനോഹരമായ കാഴ്ച.
ഇപ്പുറത്തെ ടാങ്കിൽ ഓസ്കാർ മത്സ്യങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്നു. ഇവ കൂടുതൽ ആളുകൾ ഈ മത്സ്യങ്ങളെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഇനമാണ്. മഴവിൽ മത്സ്യങ്ങൾ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഗപ്പി മത്സ്യങ്ങളെയാണ് ഈ ടാങ്കിൽ വളർത്തിയിരിക്കുന്നത്. വില കുറഞ്ഞ മത്സ്യങ്ങളാണെങ്കിലും കൂട്ടത്തോടെ സഞ്ചരിക്കുമ്പോൾ മനോഹരമായ കാഴ്ച. ഇതാ കാണുന്നു മനുഷ്യൻ കൃത്രിമമായി പ്രജനനം നടത്തി ഉൽപ്പാദിപ്പിച്ച ഫ്ലവർ ഹോൺ എന്ന മത്സ്യം. തലയുടെ മുൻഭാഗത്തായി ആനയുടെ മസ്തകം പോലെ ഒരു മുഴയുള്ള ഒരു മത്സ്യം. അങ്ങനെ സീനിയർ സഞ്ചാരി ഈ കാണുന്ന ഗൗരാമി മത്സ്യത്തെ കളിപ്പിച്ച് അതിൻ്റെ ചലനങ്ങൾ നിരീക്ഷിച്ച് പൂക്കോട് തടാകത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇനി നമുക്ക് പോകുവാനുള്ളത് വയനാടിനെ കോഴിക്കോട് ജില്ലയുമായി ബന്ധിപ്പിച്ച ഈ താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവായ താമരശ്ശേരി ചുരം കണ്ടുപിടിച്ച കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പൻ്റെ കഥയാണ്. ആ കഥകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.